രണ്ട് രാഷ്ട്രീയമാണ്, രണ്ട് ധാരയാണ്. അത് മാത്രമല്ല രണ്ട് കാലവും രണ്ട് പ്രായവുമാണ് ഇവർക്ക്. ഇത് രണ്ട് തലമുറയുടെ നേതാക്കന്മാരാണ്. ഉമ്മൻചാണ്ടി കുറച്ച് നേരത്തെ മരിച്ചു പോയെങ്കിലും വി എസ് അച്യുതാനന്ദൻ കുറേ കാലം കഴിഞ്ഞാണ് മരിക്കുന്നതെങ്കിലും രണ്ട് തലമുറയുടെ നേതാക്കളാണ്. മുമ്പേ പോയ ഒരു തലമുറയുടെ ആളാണ് വി എസ് അച്യുതാനന്ദൻ. കാര്യം ഇവരൊക്കെ ഒരു ഘട്ടത്തിൽ പരസ്പരം രാഷ്ട്രീയത്തിൽ ഏറ്റുമുട്ടുന്നവരാണെങ്കിലും രണ്ട് കാലത്ത് നിന്ന് ഇപ്പം അതായത് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയില്ല. പക്ഷേ ആ കാലത്ത് വി എസ് അച്യുതാനന്ദനുണ്ട്. ആ കാലത്തെയാണ് വി എസ് അച്യുതാനന്ദൻ ആ ഘട്ടത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അത് വേറൊരു ചരിത്ര പശ്ചാത്തലമാണ്, വേറൊരു സാഹചര്യമാണ്. ഇപ്പുറത്ത് ഉമ്മൻചാണ്ടി എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടി ആദ്യം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിലാണ്. INTUCയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം കോട്ടയം ജില്ലയിൽ. INTUCയുടെ അന്ന് ഇടുക്കിയും കോട്ടയവും ഒരൊറ്റ ജില്ലയാണ്, വലിയ വിശാലമായ ജില്ലയാണ്. അവിടുത്തെ INTUCയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചാണ്, ഇപ്പോൾ പല കോൺഗ്രസ്സുകാരും ഒന്ന് മറന്നുപോയിട്ടുണ്ടാകും, പക്ഷേ INTUCയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചാണ് ഉമ്മൻചാണ്ടി പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും തൊഴിലാളികൾക്കിടയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു തൊഴിലാളി നേതാവ് തന്നെയാണ്. തീർച്ചയായും ആ ഗരിമ അതിൻ്റെ പ്രവർത്തകർ കാണികൾക്ക് അവകാശപ്പെടാവുന്നതാണ്. പക്ഷേ ഞാനതെങ്കിലും കാണാറില്ല, അതാണ് അതിൻ്റെ രസം. ബട്ട് ആ നിലയ്ക്ക് ഒരു അസാമാന്യമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള നേതാവ് തന്നെയാണ് ഉമ്മൻചാണ്ടി. പക്ഷേ രണ്ട് കാലം, രണ്ട് പ്രായം, രണ്ട് രാഷ്ട്രീയധാര, അതൊക്കെ ഇവരെ താരതമ്യം ചെയ്യുന്നത് അങ്ങേയറ്റം അസംബന്ധം. ആളുകൾ ആദരിക്കും. തീർച്ചയായും.